നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിങ്കളാഴ്ച രാവിലെ മുതൽ 6 മണി മുതൽ സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകൾ അടച്ച് വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ്. സംസ്ഥാനത്തെ എല്ലാ പെട്രോൾ പമ്പുകളും രാവിലെ 6 മണി മുതൽ 12 വരെ അടച്ചിടുമെന്ന് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ഡീലേഴ്സ് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. എലത്തൂർ HPCL ഡിപ്പോയിൽ ചർച്ചയ്ക്കെത്തിയ പെട്രോളിയം ഡീലേഴ്സ് ഭാരവാഹികളെ ടാങ്കർ ഡ്രൈവർമാർ കയ്യേറ്റം ചെയ്ത ഒരു സംഭവമുണ്ടായി. ഇതിലുള്ള പ്രതിഷേധാർഹം തന്നെയാണ് ഈ തീരുമാനം. ചൊവ്വാഴ്ച ഇരുമ്പനം HPCL ടെർമിനൽ ഉപരോധിക്കാനും സംഘടന തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ പമ്പുകൾ ശനിയാഴ്ച വൈകുന്നേരം 4 മുതൽ 6 മണി വരെ 2 മണിക്കൂർ അടച്ചിടാനുള്ള ആഹ്വാനവും ഇതോടൊപ്പം തന്നെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പെട്രോളിയം ഡീലർമാരും ടാങ്കർ ഡ്രൈവർമാരും തമ്മിൽ കുറച്ച് ദിവസമായി വലിയ തോതിൽ തന്നെ തർക്കം തുടർന്നു പോരുകയായിരുന്നു. ചായ പൈസ എന്ന് വിളിക്കുന്ന തുകയുമായി ബന്ധപ്പെട്ടുള്ള ഒരു തർക്കം ഉടലെടുത്താണ് ഏറ്റവും ഒടുവിൽ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക്, സമരപരിപാടികളിലേക്ക് എത്തിച്ചേർന്ന് നിൽക്കുന്നത്. പെട്രോൾ പമ്പിൽ സാധാരണഗതിയിൽ ഇന്ധനം എത്തിക്കുന്ന ടാങ്കർ ഡ്രൈവർമാർക്ക് ചായ പൈസ എന്ന പേരിൽ ഒരു 300 രൂപ ഡീലർമാർ സാധാരണഗതിയിൽ നൽകാറുണ്ട്. എന്നാൽ ഈ പണം പോരാ എന്നും ഈ തുക വർദ്ധിപ്പിക്കണമെന്നും ഡ്രൈവർമാർ തന്നെ ആവശ്യപ്പെട്ടു. പക്ഷേ ഡീലർമാരാകട്ടെ ഈ ആവശ്യത്തെ പൂർണ്ണമായും നിരാകരിക്കുകയാണ്. ഇക്കാര്യത്തിലാണ് ഏലത്തൂരിലെ ഡിപ്പോയിൽ വെച്ചൊരു ചർച്ച നടത്തിയത്. എന്നാൽ ചർച്ച നടക്കുന്നതിനിടയിൽ ടാങ്കർ ഡ്രൈവർമാർ ഡീലേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികളെ കയ്യേറ്റം ചെയ്തു എന്ന ആരോപണമാണ് ഇവർ ഉയർത്തുന്നത്. ഇങ്ങനെ മർദ്ദിച്ചതിൽ പോലീസിൽ പരാതി കൊടുക്കാനും തീരുമാനമായിട്ടുണ്ട്. അതിന് പിന്നാലെ ചേർന്ന ഓൺലൈൻ മീറ്റിംഗിലൂടെയാണ് പമ്പ് അടച്ചിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത്. അപ്രതീക്ഷിതമായി ഒരു സമരം പ്രഖ്യാപിക്കേണ്ടി വന്നു എന്ന് തന്നെയാണ് ഇതിൽ അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നത്.